അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ശബരിനാഥ് ഇവിടെ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളെ വാസ്തവത്തിൽ അഭിലാഷ് എതിർക്കേണ്ടതായിരുന്നു. ശബരി പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തെന്ന് പറഞ്ഞു. അഭിലാഷ് മൗനത്തിലായിരുന്നു. എന്തേ അഭിലാഷ് പറയാതിരുന്നത്? മാതൃഭൂമി കിട്ടിയില്ലേ അഭിമുഖം? മാതൃഭൂമി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നത് കൊണ്ടാണോ അഭിമുഖം കിട്ടിയത്? അല്ലെങ്കിൽ മാതൃഭൂമി പറയണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻകൂട്ടി. അല്ല, ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷേ, ഞാൻ പറഞ്ഞോട്ടെ, എന്നെ തടസ്സപ്പെടുത്തരുത് പ്ലീസ്. അവിടെ ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുന്ന അഭിമുഖങ്ങൾ മുഴുവൻ വളരെ ആസൂത്രിതമായിട്ടുള്ള, കെട്ടിച്ചമച്ചിട്ടുള്ള, മറുചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത, അജണ്ട വെച്ചിട്ടുള്ള, തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാത്രം അഭിമുഖങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശബരിനാഥ് മാതൃഭൂമിയുടെ ഫ്ലോറിലിരുന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തയാൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല. ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ആർജവം കാണിക്കണം. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയിൽ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇല്ല, ഏതാ ശരി ഒന്ന് പറയേ അഭിലാഷ്. അല്ല, അപ്പോ മാതൃഭൂമി ഈ ശബരിനാഥ് പറഞ്ഞ ശരിയാണോ തെറ്റാണോ ബോധ്യപ്പെടുമല്ലോ. അല്ല, എന്തായാലും ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചു, അതിന്റെ ഉത്തരം അല്ലല്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നോ? അല്ല, സ്റ്റേജിലൊന്നും ആയിരുന്നില്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ സ്റ്റേജിലായിരുന്നോ? അല്ല, ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം, രണ്ടാമത്തെ ദിവസം ഇന്റർവ്യൂ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക ഏത് ദിവസം തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സം ഒരു ഇന്റർവ്യൂ സ്വാഭാവികമായും എങ്ങനെയാണോ? അല്ല, ഞാൻ മോദിയുടെ കാര്യം പറയുന്നത്. ഞാൻ ഗാർഗിയെ സംബന്ധിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. അല്ല അഭിലാഷ് പ്ലീസ്, ശബരിനാഥ് എന്താ പറഞ്ഞത്? അല്ല, അത് തെറ്റാണെങ്കിൽ അങ്ങ് പറയൂ. കാരണം അങ്ങാണല്ലോ എന്നെക്കാൾ ഇത് പറയാൻ യോഗ്യൻ, അങ്ങാണല്ലോ, അങ്ങയുടെ സ്ഥാപനമാണല്ലോ ഇന്റർവ്യൂ നടത്തിയത്. അങ്ങ് പറയൂ. ശബരിനാഥ് മോദി ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? അങ്ങയുടെ സ്ഥാപനം നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിൽക്കുന്നതാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേജിലായിരുന്നോ? ഇല്ല, മാതൃഭൂമിയുടെ അഭിമുഖം സ്റ്റേജിലായ അഭിമുഖമായിരുന്നില്ല. ശബരിനാഥ് പറഞ്ഞത് അങ്ങനെയല്ലോ പറഞ്ഞത്. അത് ശബരിനാഥ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. അഭിലാഷ് പ്ലീസ്. അല്ല, ശബരിനാഥ് ഞാൻ പറഞ്ഞു കേൾക്കൂ, തടസ്സപ്പെടുത്തരുത്. ശബരിനാഥ് മാത്രമല്ല, നരേന്ദ്രമോദി അഭിമുഖം കൊടുത്ത മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ അദ്ദേഹം കൊടുത്ത അഭിമുഖം മുഴുവൻ എന്താ പറഞ്ഞ മാതൃഭൂമി ഉൾപ്പെടെ അഭിലാഷേ. അല്ല അഭിലാഷെ, പറയാം. പക്ഷെ അഭിപ്രായം പറയുമ്പോ മാതൃഭൂമിയെ കൂടി പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടാണ് ശബരിനാഥ് പറഞ്ഞത്. നരേന്ദ്രമോദി കൊടുത്ത അഭിമുഖം മുഴുവൻ സ്റ്റേജിലാണ്. നരേന്ദ്രമോദിക്ക് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. നരേന്ദ്രമോദി മുഴുവൻ തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അഭിമുഖം കൊടുത്തെന്ന് ശബരിനാഥ് പറയുമ്പോ അഭിലാഷ് പറയണമായിരുന്നു, അല്ല, എന്റെ സ്ഥാപനം അങ്ങനെയല്ല, എന്റെ സ്ഥാപനത്തിനെ നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എന്റെ സ്ഥാപനം നടത്തിയ അഭിമുഖം സ്റ്റേജിലായിരുന്നില്ല, എന്റെ സ്ഥാപനം കൃത്യമായ അഭിമുഖം നടത്തിയിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മണിപ്പൂർ സംബന്ധിച്ച ചോദ്യം മാതൃഭൂമി ചോദിക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട് എന്ന് എന്തേ അഭിലാഷിന് പറയാൻ പറ്റാതെ പോകുന്നു? എന്തേ നിങ്ങൾക്ക് പറയാൻ പറ്റാതെ പോകുന്നു? നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ട് നിർത്താൻ വേണ്ടി ശബരിനാഥിന്റെ ഈ ചോദ്യങ്ങളെ നിങ്ങൾ കൗണ്ടർ ചെയ്തില്ല. ഇല്ലെന്ന് ഞാൻ പറയട്ടെ. ഒന്ന് ആണല്ലോ പറഞ്ഞത്. നിങ്ങൾ അടക്കമുള്ളവരെയല്ലേ പ്രതികരിച്ചത്? ശബരി പറഞ്ഞു, കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയേ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്. മാതൃഭൂമിയുടെ അല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്. നരേന്ദ്രമോദിയോട് മണിപ്പൂരിന്റെ ചോദ്യം ചോദിക്കരുത് എന്ന് മാതൃഭൂമിയോട് പറഞ്ഞിരുന്നോ? അല്ല, മാതൃഭൂമി എല്ലാ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് സ്റ്റേജിലായിട്ടുള്ള ഇന്റർവ്യൂ അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് അത്ര മതി. എനിക്ക് അഭിലാഷ് പറഞ്ഞ ആ കാര്യം മതി. നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. ഞാൻ ന്യായീകരിക്കുന്നത് അല്ല, ഒരു സെക്കൻഡ്, കാര്യം ജനങ്ങൾക്ക് വ്യക്തമായല്ലോ. മാതൃഭൂമി പോലെ ഒരു സെക്കൻഡ്, ശബരി എന്റെ സമയമാണ്, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. മാതൃഭൂമി പോലെ 24 മണിക്കൂർ, ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുതൽ നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ തുടർച്ചയായി എല്ലാ ദിവസവും ചർച്ച നടത്തുകയും BJP തോൽക്കാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വേണമെങ്കിൽ മന്ത്രവാദം വരെ നടത്താൻ തയ്യാറുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു സ്ഥാപനത്തിന് പോലും ഞങ്ങൾ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവിടെ മണിപ്പൂരിനെ സംബന്ധിച്ച ഒരു ചോദ്യം ചോദിക്കേണ്ട എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല. മാതൃഭൂമി ആർജവത്തോടു കൂടി പോയി അഭിമുഖം എടുത്തിട്ടുണ്ട്. ആർജവത്തോടു കൂടി മോദി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിനാഥിനുള്ള ഉത്തരം. അത് അഭിലാഷ് പറയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അഭിലാഷ് മാതൃഭൂമിയുടെ പേര് പറഞ്ഞിട്ടാണ് നവിക കുമാർ, അർണാബ് ഗോസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് പേര് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. മണിപ്പൂരിന്റെ ചോദ്യം ചോദിക്കാൻ മാതൃഭൂമിക്ക് കുഴപ്പമുണ്ടായിരുന്നോ? ജനങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ, മാതൃഭൂമി പറയാം. ഒരു സെക്കൻഡ് ശബരി എന്റെ സമയം പ്ലീസ് തടസ്സപ്പെടുത്തുന്നില്ല. ശബരി
ശബരി തടസ്സപ്പെടുത്തില്ല. താങ്കളുടെ സമയം ഒന്ന് ഈ ഇലക്ഷനെ സംബന്ധിച്ച ചോദ്യം ചോദിക്കരുത് എന്ന് BJP-യോ മോദിയോ മാതൃഭൂമിയോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ വെല്ലുവിളിക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മാതൃഭൂമി ഇതിപ്പോ സന്ദീപ് നോക്കൂ, ഇപ്പൊ അതായത് ഈ രാജ്യത്ത് 28 സംസ്ഥാനമുണ്ട്. അപ്പൊ ഓരോ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കല്ല, ഇപ്പൊ തമിഴ് എടുത്താൽ തമിഴ്, മലയാളം എടുത്താൽ മലയാളം, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി എടുത്തിട്ടുണ്ട്, ഏഷ്യാനെറ്റ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റു ഭാഷകൾ, അതുപോലെ നാഷണൽ നെറ്റ്വർക്ക് എല്ലാവരും എടുത്തിട്ടുണ്ട്. അതിനിപ്പോ എന്താ? എന്റെ ചോദ്യം അതല്ല അഭിലാഷേ. അത് സ്റ്റേജിലല്ല എന്ന് ഞാൻ പറയാൻ ചോദ്യം. സ്റ്റേജിലായിരിക്കണമെന്നോ ശബരിനാഥ് പറയുന്നത് പോലെ മോദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇത് സമ്മതിച്ചാൽ മതിയെന്നേ. അതെപ്പോഴേ സമ്മതിച്ചു. നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അല്ലല്ല, ആദ്യത്തെ ചോദ്യത്തിന് ഞാനത് പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ ഡിപെൻഡ് ചെയ്യൂ. ആദ്യത്തെ ചോദ്യത്തിന് ഞാനത് പറഞ്ഞല്ലോ. അങ്ങനെ നരേന്ദ്രമോദിയുടെ അഭിമുഖം മാത്രമല്ല, ബാക്കി പറഞ്ഞോട്ടെ. ശബരി പറഞ്ഞത് തെറ്റാണെന്നും നരേന്ദ്രമോദി ഒരു തരത്തിലും അഭിമുഖങ്ങളിൽ ഇടപെടില്ലെന്നും. അല്ല, ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ്. 8:26 പെട്ടെന്ന് ഒരു മിനിറ്റ് ശബരി പെട്ടെന്ന് സന്ദീപ് ശബരിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ മാതൃഭൂമിക്ക് നരേന്ദ്രമോദി കൊടുത്ത ഇന്റർവ്യൂ മാത്രം മതി. ശരി, ഓക്കെ. മാതൃഭൂമിയോട് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും മോദി ചെയ്തിട്ടില്ല എന്ന് ഇവിടെ അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. മാതൃഭൂമി സാക്ഷ്യപ്പെടുന്നു. പിന്നെ എന്താ ശബരി, എന്തിനാ നിങ്ങൾ ഞാൻ ഒറ്റ ഇടവേള എടുത്തതിന് ശേഷം ശബരിക്ക് സമയം തരാം. ഇടവേള എടുക്കാനുള്ള സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ്. മാതൃഭൂമിയിൽ മനോജ് കെ ദാസ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ മണിപ്പൂർ എന്ന് പറഞ്ഞ വാക്ക് പ്രതിപാദിച്ചത് ഞാൻ കണ്ടിട്ടില്ല. മാതൃഭൂമിയിൽ മനോജ് കെ ദാസ് ഇന്റർവ്യൂവിൽ മണിപ്പൂർ എന്നുള്ള വാക്ക് ആ ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഞാൻ പറഞ്ഞല്ലോ, മണിപ്പൂർ വിഷയം എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കും അതനുസരിച്ച് അതിനകത്ത് അത് സ്റ്റേജിലായിട്ടുള്ള അഭിമുഖമല്ല. എങ്ങനെയാണോ ഖാർഗെയോട് ചോദിച്ചത്, അതുപോലെ തന്നെയാണ് മോദിയോടും ചോദിച്ചത്. അല്ല, ഡയറക്റ്റ് ആരോപണം എങ്ങനെയാണോ ഖാർഗെയോട് ചോദിച്ചതുപോലെ അതുപോലെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റേജിലായിട്ടുള്ള ഇന്റർവ്യൂ അല്ല. ഖാർഗെയോട് എങ്ങനെയാണോ ചോദിച്ചത് അതേ ചോദ്യം മോദിയോടും ചോദിച്ചിട്ടുണ്ട്. മോദിക്കും ഖാർഗെയ്ക്കും ഒരേ സ്പേസും കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ 100% നിഷ്പക്ഷമായിട്ടാണ്, അതിൽ 100% നിഷ്പക്ഷമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഖാർഗെയോട് ചോദിച്ചിട്ടുണ്ട്, മോദിയോടും ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള എന്താ പറയാ, അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭവമില്ല. വളരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ആ ഇന്റർവ്യൂ എടുത്ത് ഇനി ആർക്കും വായിക്കാം, അത് ഓൺലൈനിലുണ്ടല്ലോ. ചരിത്രത്തിലാദ്യമായി അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു. അല്ല, നല്ലത് പറഞ്ഞതല്ല, ഞാൻ ആ അഭിമുഖത്തെ കുറിച്ച് പറഞ്ഞു. അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഞാനിപ്പോ ഒരുപാട് നന്ദി. ഞാൻ ഒരുപാട് നല്ലത് പറയലും മോശം പറയലൊന്നുമല്ല. നമ്മൾ ഒരു കാര്യം വിശകലനം ചെയ്യലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ മോശം പറയലൊന്നുമല്ല. നമ്മൾ വിശകലനങ്ങൾ ചെയ്തു പോകല്ലേ. വളരെ നന്ദി, വളരെ നന്ദി.